മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള തീരുമാനം വൈകുന്നതിൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലായിടത്തും കടുത്ത അതൃപ്തിയും നിരാശയുമുണ്ട്. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രഖ്യാപനം ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം ഏത് നിമിഷവും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നേക്കാമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ നാളെ രാവിലേക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടുപോകില്ല എന്ന കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു. ഇനിയുള്ള അവസാന നടപടിക്രമം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ KPCCയുടെ മുൻ അധ്യക്ഷന്മാരുമായും സംസ്ഥാനത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരുമായും ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടന്നത്. ഈ കൂടിക്കാഴ്ച കൂടി അവസാനിച്ചാൽ വിശാലമായ ഒരു കൺസൾട്ടേഷൻ പൂർത്തിയാക്കി ഹൈക്കമാൻഡ് തങ്ങളുടെ തീരുമാനത്തിലേക്ക് വരും. ഇപ്പോൾ തന്നെ നിയമസഭാ കക്ഷി യോഗവും UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചയും കഴിഞ്ഞ ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണെന്ന കാര്യത്തിൽ അവർക്ക് ഇടയിലൊരു ധാരണയുണ്ട്. ആ ധാരണ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ധാരണയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വിശാല തലത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടുപോകേണ്ടതില്ല. മാത്രമല്ല UDFന്റെ ഘടകകക്ഷിയായ ലീഗ് അടക്കമുള്ള കക്ഷികൾ ഈ കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ മറ്റും വിളിച്ച ഏറനാട് MLA PK ബഷീർ അടക്കമുള്ള ആളുകൾ തീരുമാനം നീണ്ടുപോകുന്നതിനുള്ള അതൃപ്തി അറിയിച്ചു. ലീഗിന്റെ അടക്കമുള്ള നിരവധി ഇമെയിലുകൾ മറ്റും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നാനാവിധത്തിലുള്ള സമ്മർദ്ദം മുറുകുന്നു. വോട്ട് ചെയ്ത ജനങ്ങൾക്കും നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തീരുമാനം നീട്ടില്ല. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം നാളെക്കകം, അതായത് നാളെ രാവിലേക്കകം ഏത് നിമിഷവും തീരുമാനം പ്രഖ്യാപിച്ചേക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് രാത്രി തന്നെ തീരുമാനം ഉണ്ടാകാനാണ് 90% സാധ്യത.